എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ കയറി വരുമ്പോൾ പറ്റിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റിക്കാൻ എളുപ്പമാണ്. അവരാ ട്രിക്ക് ഉപയോഗിക്കും എന്ന് കരുതി വസ്തുത ട്രിക്കാണെന്ന് പറയരുത്. മോളുടെ മുഖത്ത് ശനിയുടെ നല്ല സ്വാധീനം കാണും. ഇപ്പോൾ മോൾക്ക് ശനിദശയാണെന്ന് മോളുടെ മുഖം പറയും. ഹസ്തരേഖാശാസ്ത്രം, മുഖലക്ഷണം, കൈനോട്ടം ഇതൊക്കെ പറയുന്നത് ഇതൊരു ട്രിക്കല്ലേ? ഞാൻ ആദ്യം വാക്കൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറയട്ടെ. ഇൻട്രോ ചെയ്തു എന്നുള്ള എൻ്റെ പേരിൽ എനിക്ക് തിരുത്താതിരിക്കാൻ പറ്റില്ല. ഹസ്തരേഖാശാസ്ത്രം, മുഖലക്ഷണം ഇത് പറയുമ്പോൾ തന്നെ അതിനൊരു സുഖമുണ്ട്. അത് പറഞ്ഞ് വികൃതമാക്കാൻ പാടില്ല, പറയാതിരിക്കാൻ വയ്യ. ഇനി ചോദ്യം എന്താ, ഈ ഹസ്തരേഖാശാസ്ത്രവും മുഖലക്ഷണമൊക്കെ ഒരു ട്രിക്കല്ലേ എന്നാണ്. അത് ട്രിക്കായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ഗൗരവപൂർവ്വം ഹസ്തരേഖ വീക്ഷിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള വശം, അല്ലെങ്കിൽ ശരി എന്ന് പറഞ്ഞാൽ നന്മ വിതയ്ക്കുന്നത് ഏതോ അത് ശരിയായിട്ടുള്ള വശം ഉപയോഗപ്രദമാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരു 3000-ഓളം കൈ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ശക്തമായി പറയാൻ പറ്റും, ഹസ്തരേഖയിൽ സത്യമുണ്ട്. അതായത് പുരുഷൻ്റെ ആണെങ്കിൽ വലത്ത് കൈയിലെ രേഖ മാറിക്കൊണ്ടിരിക്കുകയും ഇടത്ത് കൈയിലെ രേഖ മാറാതെ നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പഠിച്ച ശാസ്ത്രം. അതിൽ ഹസ്തരേഖയുടെ ഒരു പ്രത്യേകത 3 ഷെർമൈൻ, ഷെയ്റോ ജർമ്മൈൻ എന്നൊക്കെ പേരുള്ള കുറേ ആൾക്കാരുടെ പുസ്തകം മേടിച്ചാൽ കീറിക്കളഞ്ഞിട്ടുള്ളതാണ്. കാരണം എൻ്റെ കൈ അവരുടെ കൈയല്ല. എൻ്റെ കൈ നോക്കിയതിൽ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഈ ട്രിക്കാണെന്ന് പറയുന്നത്. കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ എത്ര മണ്ഡലം ഉണ്ടെന്ന് ചോദിച്ചാൽ വിശദീകരിക്കട്ടെ എത്ര മണ്ഡലം ഉണ്ടെന്ന്. അതിൽ സാധാരണ ഇതിൽ തളവരലിൻ്റെ പോർഷൻ ശുക്രമണ്ഡലം എന്നാണ് പറയുന്നത്. ഈ മണ്ഡലം ആവറേജിൽ കൂടുതൽ ഉയർന്നു നിന്നാൽ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ശരീരത്തിലേക്ക് വരുന്ന റേസ് ശക്തി കൂടിയതും ഗുണം ചെയ്യുന്നതുമായിരിക്കും. അടുത്ത കഴിഞ്ഞ് വ്യാഴമണ്ഡലമാണ്. ചൂണ്ടുവിരലിൻ്റെ ആ പോർഷൻ, അത്രയും പോർഷൻ വ്യാഴമണ്ഡലം. ഈ വ്യാഴമണ്ഡലത്തിൻ്റെ സംഗതി ഉയർന്നു കഴിഞ്ഞാൽ വ്യാഴം പ്രസാദിച്ചിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പിന്നെ വരുന്നത് ശനി മണ്ഡലമാണ്. ആ ശനി മണ്ഡലത്തിൽ കാക്കരി കൂക്കരി രേഖകളും ശരിയല്ലാത്ത രേഖകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകളും മറ്റു സാധനങ്ങൾക്ക് കറുത്ത കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നവും മരണം വരെ സംഭവിക്കാം എന്നുള്ള സംഗതികളൊക്കെയാണ്. അല്ലേ, ഇപ്പം ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് അതായത് സൂര്യമണ്ഡലമാണ്. അത് അണിവരലിൻ്റെ സൈഡിൽ സൂര്യമണ്ഡലം. ഈ സൂര്യമണ്ഡലം ബ്രൈറ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൽ സ്ട്രൈറ്റ് രേഖയുണ്ടെങ്കിലും ബുദ്ധി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന മണ്ഡലമാണ് സൂര്യമണ്ഡലം. ഓക്കെ, ഈ അതിന് മുമ്പ് ശനിമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞാൽ ശനിമണ്ഡലത്തിലേക്കാണ് സാധാരണ ഇതിൽ ഭാഗ്യരേഖ കയറി പറയുന്നത്. രേഖയെക്കുറിച്ച് പിന്നെ പറയാം. അപ്പം മണ്ഡലത്തിനെ കുറിച്ച് പറയാം. സൂര്യമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് ബുധമണ്ഡലം, ചെറുവിരൽ, ഈ ചെറുവിരലിൻ്റെ അടിഭാഗം. ഇതിൻ്റെ ഈ 2 സൈഡാണ് ചൊവ്വാമണ്ഡലമായിട്ട് കണക്കുന്നത്, 2 വശം. അതിൻ്റെ അടിയിലാണ് ചന്ദ്രമണ്ഡലമുള്ളത്. ശുക്രമണ്ഡലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചന്ദ്രമണ്ഡലം. ഇത്രയും മണ്ഡലം. അപ്പോൾ രാഹുവും കേതുവും മണ്ഡലത്തിൽ പെടുന്നില്ല. ഇല്ല. അപ്പോൾ അതിന് ശനിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിലർ പറയുന്നു, ചിലർ ചൊവ്വയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. ഇതൊക്കെ പാപഗ്രഹങ്ങളായിട്ടൊക്കെ അസ്ട്രോളജി സൂചിപ്പിക്കുന്ന ചില സംഗതികളാണ്. പാപം ഗ്രഹത്തിനൊന്നുമല്ല, ആൾക്കാർക്കാണ് കൂടുതലെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ ഹസ്തരേഖ എന്ന് പറയുന്ന സംഗതി രേഖ വിശദീകരിക്കുന്നത് ഇത് ആയുർരേഖയാണത്. എല്ലാവരുടെ കയ്യിലും ഒരേപോലത്തെ രേഖയാണെങ്കിൽ ഹസ്തരേഖയിൽ വിശ്വസിക്കുന്നത് ട്രിക്കാണ്. എല്ലാം വ്യത്യസ്ത രേഖകളാണ് ഉണ്ടാവുക. ആ രേഖയുടെ കാലം കളറ്. അടുത്തത് ബുദ്ധിരേഖയാണ്, നടുവിൽ നിൽക്കുന്നത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ചയുള്ള രേഖയാണത്. വളർന്നുകൊണ്ടിരിക്കും. സ്ത്രീജനങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇടത്തെ കയ്യിലെ രേഖ വലുതായിക്കൊണ്ടിരിക്കും. ഏതാണ്ട് മരണം വരെ സൂചിപ്പിക്കാൻ ഈ ആയുർരേഖയ്ക്ക് കഴിയും. അപ്പുറത്ത് ഹൃദയരേഖ, വൈകാരിക തലങ്ങളിൽ എങ്ങനെയാണ് വ്യക്തി എന്നറിയാനായിട്ട് ആ രേഖ കണ്ടാൽ മതി. ഈ രേഖ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മുഖലക്ഷണം മതി. നിങ്ങളുടെ കയ്യിലെ രേഖ ഏത് രീതിയിലാണ് ഉണ്ടാവുക, ഏത് രീതിയിലേക്കാണ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് സയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ സയൻസാണോ, അത് പ്രൂവ് ചെയ്യപ്പെട്ട സംഗതികളാണ് സയൻസ്. അതിന് യൂണിവേഴ്സിറ്റി വരുന്നുണ്ടെന്ന് കേട്ടു. യൂണിവേഴ്സിറ്റി ആയോ എന്നുള്ളത് അറിയില്ല. യൂണിവേഴ്സിറ്റി സർവകലാശാല ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹസ്തരേഖ ശാസ്ത്രം ശരിയും വിശദീകരണം തെറ്റുമാണ് പലപ്പോഴും. ഞാൻ കണ്ട രേഖയാണ് ഞാൻ പറയുന്നത്. വേറെ ആൾ കണ്ടു ഉപജീവനമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത് 100 രൂപ മതി, 50 രൂപ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കുഴിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് ചില വീക്ക്നെസ്സുകൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഫേസിൻ്റെ ലക്ഷണമാണ്.
ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ ഈ കുട്ടി വീഴുന്ന ഒരൊറ്റ അടിക്കുക അയാൾക്ക് മനസ്സിലാവും. അത് നമ്മുടെ കുഴപ്പം, അവരുടെ കുഴപ്പമല്ല. എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ ഒരാൾ കയറി വരുമ്പോൾ പറ്റിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റിക്കാൻ എളുപ്പമാണ്. അവരാ ട്രിക്ക് ഉപയോഗിക്കും എന്ന് കരുതി വസ്തുത ട്രിക്കാണെന്ന് പറയരുത്. അതിന് പ്രായം താഴെയാണെങ്കിൽ പോലും തൊട്ട് നിലയിൽ വെച്ചെണ്ണം തരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ട്രിക്കാണെന്ന് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഓക്കെ, നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഹസ്തരേഖ അതല്ല, ട്രിക്കല്ല, ആണ്. അതിന് വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്. അതായത് തമ്പെടുത്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് നാഡീജ്യോതിഷം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇതിൻ്റെ ചെറിയൊരു പാർട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ ഒപ്പിന് പകരം തമ്പെടുക്കുന്നു? ഇതിന് മാറ്റം വരില്ല. വേറൊരാൾക്ക് ഒരിക്കലും ഒരു തമ്പ് വേറൊരാളുടെ തമ്പ് ഉണ്ടാവില്ല. ഒരു സിമിലാരിറ്റി ഇടാം. അപ്പം എൻ്റെ നാഡീജ്യോതിഷം നോക്കാനായിട്ട് എറണാകുളത്തൊരു സ്ഥലത്ത് പോയിട്ട് 300 ഓലകൾ എടുത്തതിൽ ഒരോല എൻ്റെ ഓല കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തന്നു എടുത്ത്. എനിക്ക് അത്ഭുതമായി. അതായത് എൻ്റെ ഓല, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അച്ഛൻ്റെയും എല്ലാ ഓലകളിലും എൻ്റെ എക്സ്പീരിയൻസ്, പേര് പലതും. തഞ്ചാവൂരാണ് അതിൻ്റെ ബേസ് നിന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയായിരുന്നു. ഫ്യൂച്ചർ പറയാനാണ് ഒരു പൈസ മേടിക്കുന്നത്. പ്രസൻ്റ് അവസ്ഥ നമ്മുടെ ഓല കിട്ടുന്നത് ഒരു അത്ഭുതമാണല്ലോ. അപ്പം നമ്മുടെ പേരും വിത്തും ഒക്കെ എഴുതി വെച്ചേക്കുന്ന സ്ഥലം, അതിന് മുമ്പ് ഒരു കോണ്ടാക്റ്റും ഇല്ല. എനിക്കെപ്പോഴും ക്വസ്റ്റ്യനായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ തമ്പ് സെപ്പറേറ്റ് ആണ്, സിമിലാരിറ്റിയാണ് പറയുന്നത്. അതിനെയാണ് മോള് നേരത്തെ പറഞ്ഞ ട്രിക്ക് എന്ന് പറയുന്നത്. ഉപജീവനത്തിന് മറ്റുള്ള ചില ആൾക്കാർ അത് അവരുടെ ഉപജീവനത്തിന് ചെയ്യണതല്ലെന്ന് ചിന്തിച്ചാൽ ഈ ട്രിക്ക് എന്ന് പറയുന്ന സാധനം വരില്ല. ശരിയല്ലേ? ഇതൊരു ട്രിക്കല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വർത്തമാനം മോളുടെ ഉപജീവനമാണ് ഈ ഇൻ്റർവ്യൂ ചെയ്യണത് നോർമലി. അതൊരു ട്രിക്കല്ലേ? നല്ല ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കണം, നല്ല ട്രിക്ക്. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ എൻ്റെ ചോദ്യത്തിൽ? അതിൽ ഉത്തരത്തിൽ എനിക്ക് ചോദ്യം ട്രിക്കനെ സാറ്റിസ്ഫൈഡ്. അത് എല്ലാം ട്രിക്കുകളാണ്. അതായത് കണ്ണടച്ച് പുതിയ ലൈറ്റ് കൊണ്ടുവന്ന്, ഈ ക്യാമറ കൊണ്ടുവന്ന്, ആ സാധനം കൊണ്ടുവന്ന്, ഇതെങ്ങനെ പുതിയ സയൻസ് മുഴുവൻ ട്രിക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു അതല്ല ട്രിക്ക്. ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. അങ്ങനെയല്ലേ പറയും, ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം എന്നാണ് പറയുക. അപ്പോൾ ഈ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കൺകെട്ടാണോ? പൊടിക്കൈ തെറ്റാണോ? അല്ല. പൊടിക്കൈകൾ ഉപയോഗിക്കും ചിലർ വലിയ കാര്യം പറഞ്ഞ് ഒരുപാട് വർത്തമാനം പറഞ്ഞ് ചെറിയ കാര്യങ്ങൾ പറയും. ചിലർ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ കാര്യം പറയും. അപ്പോൾ ഇതിൽ സത്യമുണ്ട്? എനിക്ക് സത്യമുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ സാർ അങ്ങനെ നോക്കി പറയാറുണ്ട്? തീർച്ചയായിട്ടും പറയണമെന്ന് മോഹം തോന്നുന്നില്ലെങ്കിൽ ഓപ്പണായിട്ട് പറയാൻ തയ്യാറാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ട്രിക്കല്ലേ ചോദിച്ചതിൻ്റെ സ്ഥാനത്തിനെയാണ് ഞാൻ കട്ടിയത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ട്രിക്കാണെന്ന് ഉറപ്പിച്ചോളൂ. എൻ്റെ ഹസ്തരേഖ ട്രിക്ക് ഇല്ല. നമുക്കങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല. പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം മറ്റുള്ള ആൾക്കാരുടെ സംശയം കൂടി ദൂരീകരിക്കാൻ വേണ്ടി കാവ്യ എന്ന കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ അതിനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പം മുഖലക്ഷണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മുഖലക്ഷണം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന രീതി ഒബ്സർവേഷനിൽ നിന്നാണ്. അതായത് ഒരേപോലത്തെ മുഖം വേറെ ദിക്കിൽ കാണുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ മകൾക്കൊരു കുട്ടിയുണ്ട്. അവൻ അമ്മയുടെ രൂപത്തിൽ ആരെങ്കിലും കണ്ടാൽ അവൻ അമ്മ എന്ന് വിളിക്കും. പിടികിട്ടിയോ? അവൻ്റെ അമ്മ രാജസ്ഥാനിലാണുള്ളത്, അവൻ ഇവിടെയും. അപ്പം അമ്മയുടെ രൂപത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അമ്മ പോകണമെന്ന് പറയും. അവൻ ആഗ്രഹമുള്ള സംഗതിയാണത്, അമ്മയെ കാണൽ. എന്നിട്ട് നോക്കുമ്പോൾ ആ അമ്മയോടുള്ള എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റി കാണും. ആ സിമിലാരിറ്റി കണ്ട് അവരോട് അമ്മയായിട്ട് തോന്നി അവരോട് അടുക്കണം. ഇത് മുഖലക്ഷണത്തിൻ്റെയും ബാഹ്യലക്ഷണത്തിൻ്റെയും ഭാഗമാണ്. സാമുദ്രിക ശാസ്ത്രം എന്നാണ് അതിൻ്റെ. അപ്പം നമ്മളിങ്ങനെ ഈ മുഖം നോക്കിയിട്ട് ആളുടെ ഭാവി പറയാൻ പറ്റുക? തീർച്ചയായിട്ടും മുഖം നോക്കിയിട്ട് നമ്മുടെ ഫീലിങ്ങിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻ്റെ ഫീലിങ്ങിനാണ്. ഇപ്പം മോളുടെ മുഖത്ത് ശനിയുടെ നല്ല സ്വാധീനം കാണുന്നു. ഇപ്പോൾ മോൾക്ക് ശനി ദശയാണെന്ന് മോളുടെ മുഖം പറയുന്നു. ആ ശനി ദശ നല്ല സ്വാധീനം കാണുന്നു. മോളുടെ വസ്ത്രം വരെ ഈ ശനിയാണ് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ശനിയുടെ സ്വാധീനം കൂടുതലുള്ളത് കൊണ്ടാണ് കറുപ്പിനോട് കൂടുതൽ ഭ്രമം വരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മോളുടെ ശനി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ്. അസ്ട്രോളജി നോക്കി കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് മോളുടെ ശനി നിൽക്കണതെന്ന് പറയേണ്ടി വരും. പിടികിട്ടിയോ? ആ ശനിയുടെ സ്വാധീനം നമ്മളുടെ ഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്ന സ്വാധീനം, അതിൻ്റെ സ്വാധീന സമയക്കണക്കാണ് ജ്യോതിഷം എന്ന് പറഞ്ഞല്ലോ. ഈ സ്വാധീനം സൂര്യനിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന റേസിനുണ്ട്. ഈ സ്വാധീനം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ 50 ഡിഗ്രി ചൂടിൽ കൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. പിടികിട്ടിയോ? അതുപോലെ എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലേക്ക് സ്വാധീനങ്ങൾ വരുന്നുണ്ട്. അത് ചിലത് രേഖപ്പെടുത്തുന്നതായിട്ടുള്ള രേഖയാണ് ഹസ്തരേഖ. മുഖത്തെ ലക്ഷണം, മുഖലക്ഷണം, കളലക്ഷണം ഉണ്ടാവും, നല്ല ലക്ഷണം എന്ന് വെച്ചാൽ. അപ്പോൾ ചില ചിരികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അല്ലേ?
നല്ല ചിരി കണ്ട് ആ ചിരി മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയണത്. നല്ല മനസ്സിന് നല്ല മുഖം ഉണ്ടാവും. ഭംഗിയുള്ള മുഖം എന്നല്ല, നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുക ഐശ്വര്യമുള്ള മുഖം. ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും പറയാൻ വയ്യ, കാരണം എന്താ പറയുക, ബോഡി ഷേമിങ്ങും അങ്ങനെയുള്ള സംഗതികൾ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന, ആ വാക്ക് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന കാലമായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നു, കാരണം എനിക്ക് മനസ്സിലാവും ഈ മുഖം ഇങ്ങനെയുള്ള ഒരാളുടെയാണ്, അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഹസ്തരേഖയും മുഖലക്ഷണവും ഒരു 3000-ഓളം പേരെയെങ്കിലും ശ്രദ്ധിച്ച്, ഇപ്പം എനിക്കൊരാളെ കണ്ടാൽ അത്യാവശ്യത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാം പറഞ്ഞോളണമെന്നില്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയും. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ സത്യമുണ്ട്, ഇതിലൊക്കെ വിശ്വസിക്കാമെന്നാണ് സർ പറഞ്ഞത്. വേണമെങ്കിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട സംഗതിയല്ല വിശ്വാസം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.